കണ്ടോ ഈ വാഴ കണ്ടോ, ഈ വാഴയ്ക്കകത്ത് ഈ കൊല വന്ന് ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് ഒരുവിധം വലിയ ഒരു കൊലയാണ് ഇപ്പോൾ പിടിച്ചത് കണ്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വെയിറ്റും ഉണ്ട്. വാഴ കുറച്ച് നല്ല രീതിയിൽ ചരിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിന്നും പോയാൽ ഇത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇത് ഒടിയാൻ എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ വാഴയും പോവും കൊലയും പോവും. അപ്പോൾ അതിനകത്ത് ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഈ പരുവത്തിൽ ഇത് ഒടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇത് തോരൻ വെക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കണ്ടോ. അങ്ങോട്ട് പിടിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ആവണം, ഇനി നമുക്ക് തോരൻ പോലും വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചതിനെ ഒന്ന് പൊക്കി നിർത്തണം, വാഴ ഒന്ന് പൊക്കി. ഞാൻ ഈ ഒരു മാർഗ്ഗം ഉപയോഗിച്ചാണ് ഇങ്ങനെ വാഴ കൊലയൊക്കെ പിടിച്ച് താഴ്ന്ന് വരുമ്പോൾ ഞാൻ ഇതുപോലെ മടലെടുത്തിട്ടാണ് അതിനെ പൊക്കി വെക്കുന്നുണ്ടോ. ഞാൻ മടലെടുത്തിട്ടാണ് ഇതിങ്ങനെ അങ്ങോട്ട് വെക്കും. വെച്ചിട്ട് ഞാൻ എങ്ങനെ അത് വാഴ പൊക്കി നിർത്തുന്നത് നിങ്ങൾ നോക്കേ. നിങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അതാണ്ട കൈ കൊണ്ട് വാഴ ഒന്ന് പൊക്കി കൊടുക്കുക. വാഴ ഒടിയാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പിടിച്ച് പൊക്കിയാൽ വാഴ ഒടിയും. മടൽ വളരെ ശ്രദ്ധയോടെ വെച്ചിട്ട് കണ്ട വാഴ തടവിട്ട് വരുന്നു. വാഴ ഒടിയാൻ സാധ്യത ഉണ്ട് കണ്ട. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരുവിധം പൊങ്ങില്ലേ കണ്ട. ഇനി കുറച്ചാളിങ്ങനെ ഞാനിങ്ങനെയാണ് കൊലയൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പോൾ 2-3 മടലൊക്കെ എടുത്തുകൊണ്ട് ഒരുമിച്ച് നോക്കും. അപ്പോൾ അങ്ങനെ നിന്നോളൂ, ഒരു കുഴപ്പമില്ല, നമ്മൾ പേടിക്കേണ്ട. പിന്നെ മൂട്ടിൽ കുറച്ച് മണ്ണും കൂടെ വെട്ടിയിട്ട് കൊടുക്കണം, അല്ലേ ശരിയാകത്തില്ല. മൂട്ടിലൊട്ടും മണ്ണില്ല കേട്ടോ. അതുകൊണ്ടാണ് തോന ഇതിത്ര അങ്ങ് ചരിഞ്ഞു പോയത്. മഴയൊക്കെ അല്ലേ, ഞാനൊരു മഴക്കോട്ടൊക്കെ എടുത്തിട്ടു. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഒരുങ്ങുവാണ്. ഈ മണലൊന്ന് വെക്കണം, ഇച്ചിരി മണ്ണ് വെട്ടിയിടണം, വാഴ ഒന്ന് പൊക്കണം, അല്ലെ ഏത് നിമിഷവും പോലെ ഒടിയും എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ മടിക്കാതെ ഇപ്പോൾ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇച്ചിരി മണ്ണൂടെ വെട്ടി നമ്മളെ വാഴയുടെ മൂട്ടിലും മടലിൻ്റെ മൂട്ടിലും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കണം. മടൽ അവിടെ ഉറച്ചിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ 2-3 മടലും കൂടെ ഇങ്ങനെ എടുത്ത് വെക്കും പയ്യെ.